എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. വീടും പ്ലാനും എന്ന ഈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടും പ്ലാനും സീരീസിനെ പറ്റി അറിയാത്ത ആളുകളോട് ഒന്നുകൂടി പറയാം. വീടും പ്ലാനും എന്ന ഈ സീരീസ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സീരീസാണ്. അതായത് ആർക്കും മാതൃകയാക്കാവുന്ന 12 പ്രൊജക്ട്സ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സുകളിൽ ഒരു 12 വീട് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്ലാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീടുകളാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. കാരണം ആർക്കും മാതൃകയാക്കാവുന്നത്, ഇപ്പം ചിലപ്പം നീളത്തിലുള്ള പ്ലോട്ടൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന പ്രൊജക്ട്സ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലോട്ടുള്ള ആളുകൾക്ക് മാതൃകയാക്കാവുന്ന പ്രൊജക്ട്സ്, അങ്ങനെ കുറച്ചധികം പ്രൊജക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണിത്. അതിൽ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രൊജക്റ്റിന്റെ പേര് നിഹാൽ റെസിഡൻസ് ആണ്. തൃശ്ശൂരിൽ ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നിഹാൽ റെസിഡൻസ്. ഈ പ്രൊജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രൊജക്റ്റ് ഒരു നാരോ ആയിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. നീളത്തിലുള്ള, അതായത് വീതി പറഞ്ഞ നീളത്തിലുള്ള ഒരു പ്ലോട്ട്. 8.8 സെന്റ് ലാൻഡ് നമുക്ക് കൺസ്ട്രക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഒരു പ്ലോട്ടിലാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്നത്. സൈറ്റിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് തന്നെയാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത്. വീട് ഫേസ് ചെയ്യുന്നത് സൗത്തിലേക്കാണ്. സൗത്ത് സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. വീടിന്റെ പുറകുവശം നോർത്ത് സൈഡാണ്. ഈസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്, വെസ്റ്റ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇത്തരത്തിലാണ് ഒരു പ്ലോട്ടിന്റെ ഓറിയന്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ സൺ ഡയറക്ഷൻ വരുന്നത് ഇത്തരത്തിലാണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വീടിന്റെ പ്ലാനിങ്ങിലേക്ക് പോയിട്ടുള്ളത്. സൈറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ പൊസിഷനിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിണറുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളെ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈസ്റ്റ് സൈഡിലൂടെയും ഒരു ചെറിയ വഴി നമ്മൾക്ക് നമ്മുടെ വീട് ആക്സസ് ചെയ്യുന്നില്ല, പുറകുവശത്ത് വേറൊരു വീടുണ്ട്. ആ ഒരു വീട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡ് അവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ചുറ്റുപാടും ഒക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലോട്ടിന്റെ അവസ്ഥ. അപ്പോൾ നമ്മളോട് ക്ലയന്റ് ആവശ്യപ്പെട്ടത് ഒരു 3 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ഒക്കെ ആയിട്ട് ഒരു 3 BHK വീട്. പിന്നെ അവർക്ക് ഫോമൽ ലിവിംഗ് വേണം, ഡൈനിങ് വേണം, കിച്ചൺ വേണം, വർക്ക് ഏരിയ വേണം, ഇത്രയും സൗകര്യങ്ങളൊക്കെ വേണം. അപ്പം അവരുടെ ഈ ആവശ്യങ്ങളും ഈ സൈറ്റിലെ ഇപ്പോഴത്തെ നമ്മളെ ഈ ഒരു അവസ്ഥകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൊടുത്തു. എൻ്റർ ചെയ്യാനും ഇരിക്കാനൊക്കെ ആയിട്ട് സിറ്റ് ഔട്ട് കൊടുത്തു. അവിടെ ഒരു സീറ്ററൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു സീറ്റ്, ചെറിയ സിറ്റ് ഔട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഫോമൽ ലിവിങ്ങിലേക്കാണ്. ഫോമൽ ലിവിങ്ങിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു കോട്ടിയാർ കൊടുത്തിട്ടുണ്ട്. ഒരു 2 അടി എടുത്തിട്ടുള്ള ഒരു കോട്ടിയാർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുവഴി നല്ല വെളിച്ചം അങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ചെറിയ വീടാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗി കൂട്ടാം. ഫോമൽ ലിവിങ് ഏരിയാസിലൊക്കെ ഭംഗി കൂട്ടാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊണ്ടുവന്ന വീട്ടിലും ഇതേപോലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോമൽ ലിവിങ്ങിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഫോമൽ ലിവിംഗ് ആണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് ജനലുകളൊക്കെ വിൻഡോസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ്ങിന് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ മുകളിലാണ് സ്റ്റെയർ കേസും വരുന്നത്. സ്റ്റെയർ കേസ് ഒരു ഓപ്പൺ വെൽ സ്റ്റെയർ കേസാണ്. അപ്പോൾ സ്റ്റെയറും ഡൈനിങ് കിച്ചണൊക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ കമ്പൈനായിട്ട് ചെയ്തിട്ടുള്ളത്. നല്ല വെളിച്ചം നമുക്ക് ഡൈനിങ്ങിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിൻ്റെ ഒരു മിഡ് ലാൻഡിങ് ലെവലിൽ നിന്നൊരു വലിയ വിൻഡോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ, ഒരു ചെറിയ വർക്ക് ഏരിയ കിച്ചൻ്റെ അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, വർക്കിൽ നിന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഡോർ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല ക്രോസ് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി വിൻഡോസ് എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് കിട്ടും. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും വാഷും നമ്മൾ ഡൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും ഒരു വാഷ് ബേസും അതിൻ്റെ അടുത്തായിട്ട് ഒരു പൗഡർ റൂം പോലെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് ഒരു ചെറിയ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഒരു സോഫ അല്ലെങ്കിൽ സീറ്ററൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ്. അവിടെ നിന്നാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരിക്കാനും പഠിക്കാനൊക്കെ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബാൽക്കണി ഈ ബെഡ്റൂമിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന രീതിയിൽ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അത്രയുമാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഈ ബെഡ്റൂമിൽ വരുന്നത്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്രോസ് വെന്റിലേഷൻ കിട്ടാനായിട്ട് വിൻഡോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറകുവശത്ത് ഒരു ബെഡ്റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിൽ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെയും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. നല്ല വെന്റിലേഷൻ, ലൈറ്റ് ഒക്കെ കിട്ടത്തക്ക രീതിയിലാണ് എല്ലാ വിൻഡോസും ത്രൂ ഔട്ട് നമ്മുടെ വീടിന് കൊടുത്തിട്ടുള്ളത്. ഒരു മിനിമൽ കണ്ടംപററി തീമിലാണ് നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു എക്സ്റ്റീരിയറിലേക്ക് ഡിസൈനിലേക്ക് നമ്മൾ പോയിട്ടുള്ളതും. നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില കളേഴ്സൊക്കെയാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാൾ ഗേറ്റ് എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 757 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 601 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ ഏരിയ വരുന്നത് 1358 സ്ക്വയർ ഫീറ്റ് ആണ്. വീടിൻ്റെ ബഡ്ജറ്റ് വരുന്നത് 32 ലക്ഷം രൂപയാണ്. ഇൻറ്റീരിയർ ഉൾപ്പെടാത്ത എല്ലാ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ എല്ലാം, ഫ്ലോറിംഗ്, പെയിൻറ്റിങ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് 32 ലക്ഷം രൂപ എന്ന് പറയുന്നത്, ഇൻറ്റീരിയർ ഫർണിഷിങ് ഇല്ലാതെ. പിന്നെ നിങ്ങൾക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.